His word. ദൈവം സംസാരിപ്പാൻ ദൈവം നൽകുന്ന ഈ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. For 4 Wednesdays, I've been listening in Zoom to the book of Daniel. ദാനിയേലിന്റെ പ്രവചനം കഴിഞ്ഞ 4 ആഴ്ച എനിക്ക് സൂമിലൂടെ കേൾക്കുവാനായിട്ടിടയായി. And I've enjoyed the messages our brother gave. ബ്രദർ നൽകിയ ആ മെസ്സേജസ് ഞാൻ വാസ്തവത്തിൽ എൻജോയ് ചെയ്തു. And the book of Daniel is one of my favorite books. ദാനിയേൽ പ്രവചനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ്. The reason for that may be because is through Daniel chapter 6, my mother led me to Christ. അതിന്റെ ഒരുപക്ഷെ അതിന്റെ കാരണം ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിലൂടെയാണ് എൻ്റെ മാതാവ് എന്നെ രക്ഷയെങ്കിലേക്ക് നയിച്ചത്. So tonight, with God's help, we will look at few thoughts from chapter 3 to chapter 6. അതുകൊണ്ട് ഇന്ന് 3-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെയുള്ളതായിരിക്കുന്ന ഭാഗം ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. In Daniel chapter 3, we have 4 things. 3-ാം അധ്യായത്തിൽ നമുക്ക് 4 കാര്യങ്ങളാണുള്ളത്. First of all, the world rears its idol, but these 3 godly men would not bow down to it. ലോകം ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി, പക്ഷേ 3 ഈ ദൈവമക്കൾ അതിനെ നമസ്കരിക്കാനായിട്ട് തയ്യാറായില്ല. The world has many idols. ഈ ലോകത്തിന് അനേക വിഗ്രഹങ്ങളുണ്ട്. There are sports idols. ചില സ്പോർട്സ് ഐഡൽസ് വിഗ്രഹങ്ങൾ വ്യക്തികളുണ്ട്. There was a cricket match in England many years ago. ഇംഗ്ലണ്ടിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. And one man, an Indian man in England, he put a banner like this. അവിടെ ഒരു ഇന്ത്യക്കാരൻ ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഒരു ബാനർ എഴുതി വെച്ചു. Cricket is my religion. ക്രിക്കറ്റ് ആണ് എൻ്റെ മതം. And Sachin Tendulkar is my God. സച്ചിൻ തെണ്ടുൽക്കർ ആണ് എൻ്റെ ദൈവം. There are sports idols. അതുകൊണ്ട് കളിയില് ചില വിഗ്രഹങ്ങള് വ്യക്തികളുണ്ട്. There are cinema idols. സിനിമ മേഖലയിൽ ചില വിഗ്രഹങ്ങളുണ്ട്. There are political idols. അതുപോലെ രാഷ്ട്രീയമായി ചില വിഗ്രഹങ്ങളുണ്ട്. We should not bow down to it. നമ്മൾ യാതൊരു കാരണവശാലും ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുവാനായിട്ട് പാടില്ല. Not only that, അത് മാത്രമല്ല, turn to Psalm 16. 16-ാം സങ്കീർത്തനം verse 4. 4-ാമത്തെ വാക്യം. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. We should not take the name of these idols in our lips. നമ്മുടെ നാവിന്മേൽ അവരുടെ ഈ വിഗ്രഹങ്ങളുടെ നാമങ്ങളെ എടുക്കരുത്. In other words, we should not even talk about these things. അതിന്റെ അർത്ഥം നമ്മൾ ഈ വക വ്യക്തികളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. Malachi chapter 3 verse 16. മലാഖി 3:16. They that feared the Lord spake often one to another. അവിടെ യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. So we should talk about the things of God. അതുകൊണ്ട് നാം ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ. So the first thing is, the world rears its idol, but they will not bow down to it. ഒന്നാമത്തെ കാര്യം, ലോകം പലവിധമായിരിക്കുന്ന വിഗ്രഹങ്ങളെ വെക്കും, പക്ഷേ ദൈവമക്കൾ അതിന് മുമ്പിൽ മുട്ടുകുത്തുകയില്ല. Secondly, രണ്ടാമത്, the world's music plays, ഈ ലോകത്തിന്റെ സംഗീതം, but they were not moved by it. എന്നാൽ ഈ ലോകം സംഗീതം പൊഴിക്കും, പക്ഷേ അതുകൊണ്ട് ഈ ദൈവമക്കൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയില്ല. 6 musical instruments are mentioned. അവിടെ 6 സംഗീത ഉപകരണങ്ങളെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നു. Verse 5. 5-ാം വാക്യം. കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം. Yeah.
but they were not moved by this music. എന്നാൽ ആ സംഗീതോപകരണങ്ങൾ അത് ശബ്ദം പുറപ്പെടുവിച്ചപ്പോ ഇവര് അതിന് അനുസരിച്ച് അവര് പ്രവർത്തിച്ചില്ല. There is the music of Babylon, there is the songs of Zion. അവിടെ ബാബിലോണിന് ഒരു സംഗീതമുണ്ട്, സിയോനും ഒരു സംഗീതമുണ്ട്. We should not be moved, stirred by the music of this world. ഈ ലോകത്തിന്റെ സംഗീതത്തിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ നാം അതിനനുസരിച്ച് മാറിക്കൂടാ. Rock and roll music of the world. റോക്ക് ആൻഡ് റോൾ മ്യൂസിക്, ഈ ലോകത്തിന്റെ മ്യൂസിക്. And a believer said like this: ഒരു വിശ്വാസി ഇങ്ങനെ പറഞ്ഞു, my rock is Christ, my roll is, when the roll is called up yonder, I'll be there. അദ്ദേഹം പറഞ്ഞു, എന്റെ പാറ ക്രിസ്തുവാണ്, എന്റെ പേര് വിളിക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടാകും. Thirdly, മൂന്നാമത്, the world issues its threats. ലോകം നമുക്കെതിരായിട്ട് ലോകം സംസാരിക്കും. But they were not scared by the threat. എന്നാൽ ലോകത്തിന്റെ ഭീഷണിയിൽ അവർക്ക് ഭയമില്ല. If you don't worship this golden image, you will be thrown in the fire. ഈ സ്വർണബിംബത്തെ നിങ്ങൾ നമസ്കരിച്ചില്ലെങ്കിൽ നിങ്ങളെ അഗ്നിക്കിരയാക്കും എന്ന് പറഞ്ഞു. The world threatens us. ഈ ലോകം നമ്മെ ഭീഷണിപ്പെടുത്തും. Yes, threatening is a tool, an instrument of this, a weapon of the world. ഈ ലോകത്തിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഭീഷണിപ്പെടുത്തുക എന്നുള്ളത്. But we should not be scared by it. എന്നാൽ നാം അതുകൊണ്ട് ഭയപ്പെടുവാൻ പാടില്ല. And fourthly, നാലാമത്, the world heats the fire and they were willing to pass through it for God. ഈ ലോകം ആ അഗ്നിയുടെ ചൂട് വർദ്ധിപ്പിക്കും. പക്ഷേ ഈ വിശ്വാസികൾ, ഈ ദൈവമക്കൾ അതിലൂടെ കടന്നു പോകുവാനായിട്ട് തയ്യാറാകുകയാണ്. Let's turn to 1 Peter 1 പത്രോസ് chapter 1. 1-ാം അധ്യായം and verse 7. 7-ാമത്തെ വാക്യം, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന് പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. Here we read, there are occasions in our life when our faith is tried with fire. ചില സാഹചര്യങ്ങൾ ഉണ്ടാകും, നമ്മുടെ വിശ്വാസം അഗ്നിയിലൂടെ ശോധന ചെയ്യുന്ന സമയങ്ങൾ. But it is just to refine us. എന്നാൽ അത് നമ്മെ ശോധന കഴിക്കുകയാണ്, നമ്മെ നന്നാക്കുകയാണ്. Yes, our faith is more precious than gold that perisheth. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന സ്വർണത്തെക്കാൾ വിലയുള്ളതാണ് നമ്മുടെ വിശ്വാസം. There are 7 things which the fire did in this chapter. 7 കാര്യങ്ങൾ. There are 7 things which the fire did in this chapter. We can learn 7 things from the fire. ഇവിടെ ഈ അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ അഗ്നി ചെയ്തതായിരിക്കുന്ന 7 കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. Our faith is often tested in the fire. നമ്മുടെ വിശ്വാസം സാധാരണ അഗ്നിയിൽ പരിശോധിക്കപ്പെടും. And what will the fire do? ആ അഗ്നി എന്താണ് ചെയ്യുന്നത്? First of all, ഒന്നാമത്, the fire destroyed their enemies. തന്റെ ശത്രുക്കളെ ഈ അഗ്നി നശിപ്പിച്ചു കളയുന്നു. We read in Daniel chapter 3. ദാനിയേൽ 3-ാം അധ്യായം, the mighty men of Babylon took these 3 men to throw in the fire. അവിടെ ബാബിലോണിലെ ആ ശക്തിയുള്ള പുരുഷന്മാർ, ഇവരെ കൊണ്ടുപോയവർ, അവർ അഗ്നിയിൽ ദഹിച്ചുപോയി. Yes, they were destroyed. അവർ നശിച്ചുപോയി, ദഹിച്ചുപോയി. So first thing is, the fire destroyed their enemies. അവരുടെ ശത്രുക്കളെ ഈ അഗ്നി നശിപ്പിച്ചു കളയുകയാണ്. Now in our Christian life we have many enemies. ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനേക ശത്രുക്കളുണ്ട്. Sometimes there is pride in us. നമുക്ക് ചിലപ്പോൾ നമ്മളിൽ തന്നെ ഗർവമുണ്ടാവും, selfishness, നമുക്ക് സ്വയ ഇച്ഛയുണ്ടാവും, evil, പാപമുണ്ടാകും, deceit, വഞ്ചിക്കുന്ന സ്വഭാവം ഉണ്ടാകും, uncleanness,
നമ്മളിൽ അശുദ്ധി ഉണ്ടാവും, worldliness. ഈ ലോക ജഡമയത്വം ഉണ്ടാകും. There are many enemies. You and I know what our enemies are. നമുക്കുള്ളതായിരിക്കും ശത്രുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം. But these enemies, when we go through the fire, that will destroy them. എന്നാൽ ഈ ശത്രുക്കൾ നാം ഈ തീയിലൂടെ കടന്നു പോകുമ്പോൾ ശത്രുക്കൾ നശിച്ചു പോവുകയാണ്. These enemies are too strong for us. ഈ ശത്രുക്കൾ നമ്മെ സംബന്ധിച്ച് വളരെ ബലവാന്മാരാണ്. When we go through fire, we go through heart searching in God's presence. നാം അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നാം പരിശോധിക്കും. We examine our life. നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കും. And the divine potter chisels us, molds us, and shapes us. ആ വ്യക്തി നമ്മെ രൂപപ്പെടുത്തും. The divine potter. ആ കുശവൻ നമ്മെ രൂപപ്പെടുത്തുന്നവനാണ്. Okay, secondly, രണ്ടാമത് we read like this in verse 23. 23-ാം വാക്യം, these three men, Shadrach, Meshach, and Abednego, fell down, bound in the midst of the burning fiery furnace. അവിടെ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചുളയിൽ വീണു. Yes, the fire brought them low. ഈ അഗ്നി അവരെ താഴുവാനായിട്ട് ഇടയാക്കി. Yes, when our faith is tested in the fire, നമ്മുടെ വിശ്വാസം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുമ്പോൾ it humbles us in the presence of God. നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തുവാനായിട്ട് ഇടയാകും. Turn to 2 Corinthians 2 കൊരിന്ത്യർ chapter 7 7-ാം അധ്യായം and verse 6. 6-ാമത്തെ വാക്യം. Then we will read verse 5 so that we can get the connection. 5ഉം 6ഉം വാക്യങ്ങൾ ഞങ്ങൾ മക്കതോനിയയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. Okay. In English it is, nevertheless God that comforted those who are cast down. ഇംഗ്ലീഷില് ദൈവം എളിയവരെ ദൈവം ആശ്വസിപ്പിക്കുന്നു. Okay. These trials in Macedonia brought Apostle Paul very low. മക്കതോനിയയിൽ അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായതായിരിക്കുന്ന ശോധന അദ്ദേഹത്തെ വളരെ എളിമപ്പെടുത്തുവാനായിട്ട് ഇടയായി. We read like this in book of Psalms. In the book of Psalms, the Lord brought me low. സങ്കീർത്തനത്തിൽ ദൈവം എന്നെ എളിമയാക്കി എന്ന് വായിക്കുന്നു. Thirdly, മൂന്നാമത് it manifested the Lord. ദൈവത്തെ അവിടെ കാണിക്കുകയാണ്. Yes, when they were in the fire, the Son of God came to give fellowship to them. അവർ ആ അഗ്നിയിലോ കടന്നു പോയപ്പോ താൻ തന്നെ ദൈവപുത്രൻ അവിടെ കടന്നു വരികയാണ്. Yes, the trials of life is to bring out, it is to manifest the life of Christ in our life. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന പരിശോധന ദൈവത്തെ പ്രദർശിപ്പിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിലൂടെ പ്രദർശിപ്പിക്കുവാനായിട്ട് മുഖാന്തരമായി തീരുന്നു. 2 Corinthians chapter 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായം verse 10 and 11. 10ഉം 11ഉം വാക്യങ്ങൾ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്ത ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. Paul was persecuted. പൗലോസ് അവിടെ കഷ്ടത അനുഭവിക്കുകയാണ്. Always at the risk of death. താൻ മരണത്തെ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. But in spite of the great persecution and risk of death, he was continuing. ഈ വലിയ പീഡനത്തിന്റെ മധ്യേ മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭത്തിലും താൻ അതിൽ തന്നെ താൻ തുടരുകയാണ്. Yet he was going from place to place, preaching the gospel, serving the Lord. താൻ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി ദൈവനെ സംസാരിച്ച് കർത്താവിനെ താൻ സേവിക്കുകയാണ്. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? The life of Jesus was sustaining him. ക്രിസ്തുവിന്റെ ജീവൻ തന്നെ നിലനിർത്തുന്നു. Yes, the fact that the Lord Jesus
Paul continuing in the ministry was the proof the Lord Jesus is alive and strengthening him to go on. പൗലോസ് തന്റെ ശുശ്രൂഷയിൽ തുടരുന്നു എന്നുള്ളതിന്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തു തന്നെ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. So we read that when the three were put in the fire, the Lord Jesus was manifested. അവിടെ ഈ 3 സ്നേഹിതന്മാരെ ആ തീയിലേക്ക് ഇട്ടപ്പോ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. The fourth thing, നാലാമത്, when they were bound and put in the fire, ഇവരെ ബന്ധിച്ച് ഈ തീയിലേക്ക് ഇട്ടപ്പോ so what did the fire do? എന്താണ് തീ ചെയ്തത്? It loosed their bonds. അവരുടെ ബന്ധനങ്ങളെ ഈ തീ അഴിച്ചു കളഞ്ഞു. Verse 25. 25-ാമത്തെ വാക്യം, I see 4 men loose, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു, walking in the midst of the fire. തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. So there was liberty in association with the Son of God. ദൈവപുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. Turn to Psalm 116. 116-ാം സങ്കീർത്തനം verse 16. 16-ാമത്തെ വാക്യം, യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. Yes, the trials in life brings a new liberty in our life. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന പരിശോധനകൾ നമ്മൾക്കൊരു പുതിയ സ്വാതന്ത്ര്യം നൽകുകയാണ്. Lazarus needed 2 things. ലാസറിന് 2 കാര്യങ്ങൾ ആവശ്യമായിരുന്നു. He needed life അവന് ജീവൻ ആവശ്യമുണ്ടായിരുന്നു, and he needed liberty. അവന് സ്വാതന്ത്ര്യം ആവശ്യമുണ്ടായിരുന്നു. The Lord Jesus gave him life, കർത്താവായ യേശു ക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചു. and when he came out, താൻ പുറത്തേക്ക് വന്നു. his head was bound. അവന്റെ തല കെട്ടിയിരുന്നു. He could not worship. അവന് ആരാധിക്കുവാനായിട്ട് His കഴിയുമായിരുന്നില്ല. hands were bound. അവന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരുന്നു. He could not do any work. അവന് ഒരു ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. His feet was bound. അവന്റെ കാലുകൾ ബന്ധിച്ചിരുന്നു. He could not walk. അവന് നടക്കുവാനായിട്ട് സാധ്യമാകുമായിരുന്നില്ല. Lord Jesus said, loose him and let him go. എന്നാൽ കർത്താവ് പറഞ്ഞു, അവന്റെ കെട്ടുകളെ അഴിക്ക, അവൻ സ്വതന്ത്രനായി പോകട്ടെ. The trials of life brings a new liberty in our life. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന പരിശോധനകൾ നമ്മളൊരു പുതിയ സ്വാതന്ത്ര്യം നമുക്ക് നൽകുകയാണ്. Fifthly, 5-ാമതായി, it resulted in the confession of a king. അത് ഒരു രാജാവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന കൺഫഷൻ അവിടെ നടക്കുകയാണ്. Yes, what did Nebuchadnezzar say? നെബൂഖദ്നേസർ എന്താണ് പറഞ്ഞത്? Verse 28. 28-ാമത്തെ വാക്യം, അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വതദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. Yes, when we go through fire, നാം അഗ്നിയിലൂടെ കടന്നു പോകുമ്പോ, and when we respond it in a beautiful way, നാം അതിനോട് മനോഹരമായി പ്രതികരിക്കുമ്പോ, it results in glorious confession for the glory of God. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതായിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന സന്ദർഭമായി അത് മാറുകയാണ്. We saw in 1 Peter chapter 1, 1 പത്രോസ് 1-ാം അധ്യായത്തിൽ the trial of our faith, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന, it will issue in praise, glory and honor at the appearing of Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ Chapter 1 verse 7, I think. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. When unbelievers see that in spite of the many trials of life, here they are rejoicing in the Lord and peaceful, that will result in giving glory to God. ദൈവത്തെ വിശ്വസിക്കാത്തവർ, അവിശ്വാസികൾ ഈ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോ അതിന് വിപരീതമായി ദൈവമക്കൾ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോ അവർ കർത്താവിൽ സന്തോഷിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. Okay, the sixth thing, 6-ാമതായി verse 28, 28-ാമത്തെ വാക്യം, Daniel chapter 3 verse 28, we read like this. 3:28. Verse 27. 27-ാമത്തെ വാക്യം, പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും
ദേശാധിപതിമാരും മന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തെ തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. They came out in full dignity. അവർ വളരെ ഡിഗ്നിറ്റിയോടുകൂടി ആണ് ഈ തീയിൽ നിന്ന് തിരിച്ചു വരുന്നത്. The hair of their head was not singed, neither their coats stained, nor the smell of fire passed on them. ദേഹത്തിന് തീ പിടിച്ചില്ല, തലമുടി കരിഞ്ഞില്ല, കാൽച്ചട്ടയ്ക്ക് കേടുപറ്റിയില്ല. Sometimes when we go through trials, നാം ചിലപ്പോഴൊക്കെ കഷ്ടതകൾ കടന്നു പോകുമ്പോ people become bitter. ആൾക്കാർ വളരെ 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 കയ്പുള്ളവരായി തീരാറുണ്ട്. They become bitter against God. അവർ ചിലപ്പോ ദൈവത്തോട് കയ്പ് കാണിക്കും. They begin to blame God. ദൈവത്തെ ചിലപ്പോ അവര് പഴിചാരും. Why did God do like this? ഇങ്ങനെ എന്താണ് ദൈവം എന്നോട് പെരുമാറിയത്? You see, they don't realize that these trials comes only once in a while. All this time God has been good, and they never said, "Oh, God is so good to me." ചിലപ്പോഴൊക്കെ മാത്രമേ നമുക്ക് കഷ്ടത വരത്തുള്ളൂ. പക്ഷെ ജീവിതത്തിന് ഇത്രയും കാലഘട്ടത്തിൽ നമുക്ക് അനേക നന്മകൾ ലഭിച്ചപ്പോ പറഞ്ഞില്ല ദൈവം എന്നോട് നന്നായിരുന്നു എന്ന്. God is so good and faithful. ദൈവം എത്രയോ വിശ്വസ്തനാണ്, എത്രയോ നല്ലവനാണ്. When trials come, we blame God. എന്നാൽ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോ നാം ദൈവത്തെ പഴിചാരും. Or some are very sad. Some are bitter. ചില ആൾക്കാർ വളരെ ദുഃഖം കാണിക്കും. Some are very sad and their hands are hanging down. They stop to pray. അവര് വളരെ ദുഃഖിച്ച് അവരെ പ്രാർത്ഥനയൊക്കെ ഇപ്പോ നിർത്തും. But these three men came out in full dignity. എന്നാൽ ഈ മൂന്ന് സ്നേഹിതന്മാർ അവര് വളരെ അഭിമാനത്തോടെ തിരിച്ചു വരികയാണ്. Yes, God is a good God. ഈ ദൈവം നല്ല ദൈവമാണ്. Our God is a loving Father. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. He will do no harm. അവൻ നമുക്ക് യാതൊരു ദോഷവും വരുത്തുകയില്ല. And all things work together for good to them that love God, who are called according to his purpose. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. Seventhly, ഏഴാമതായി they had a great reward. അവർക്ക് ഒരു വലിയ റിവാർഡ് ഉണ്ട്. Verse 30. 30-ാമത്തെ വാക്യം, പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. Yes, they got a promotion. അവർക്ക് ഒരു പ്രൊമോഷൻ ലഭിച്ചു. I had this bypass surgery. എനിക്ക് ബൈപ്പാസ് സർജറി ഉണ്ടായി. Thank you for praying for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. After the surgery was over, I rested 1 month with my uncle in Bombay. സർജറി കഴിഞ്ഞിട്ട് ഒരു മാസം എന്റെ അങ്കിളിന്റെ കൂടെ ബോംബെയിൽ ഞാൻ താമസിച്ചു. And he said like this. താൻ ഇങ്ങനെ എന്നോട് പറയുകയുണ്ടായി. Whether jokingly or true, I don't know. ഏത് തമാശയായിട്ടാണോ പറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Till now you traveled all over India. Now you can travel all over the world. ഇത്രയും കാലം നീ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കായിരുന്നു. ഇപ്പോ നീ വാസ്തവത്തിൽ ലോകം മുഴുവൻ, ഇനി നിനക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാം. Now after the angiography was there, angiography കഴിഞ്ഞപ്പോ I had to make a decision whether I should take the bypass surgery or not. ബൈപ്പാസ് സർജറി ചെയ്യണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് തീരുമാനം എടുക്കേണ്ട സമയമുണ്ടായി. Of course, spend time in prayer, finding out God's will. ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന വിഷയത്തെ കുറിച്ച് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. And there's one thing the doctor said. ഡോക്ടർ എന്നോട് ഒരു കാര്യം പറഞ്ഞു. He said, if you don't do the bypass surgery, you won't be able to do what you have done thus far. നീ ബൈപ്പാസ് സർജറി ചെയ്തില്ലെങ്കിൽ ഇത്രയും കാലം നീ എന്ത് ചെയ്തിരുന്നുവോ അത് നിനക്ക് ഇനി ചെയ്യുവാനായിട്ട് സാധ്യമാകുകയില്ല. There were 5 blocks. കാരണം എനിക്ക് 5 ബ്ലോക്ക് ഉണ്ടായിരുന്നു. And then he said, if you do bypass surgery, you can do much more than what you have done before. നീ സർജറി ചെയ്യുകയാണെങ്കിൽ നീ ഇത്രയും കാലം ചെയ്തതിനേക്കാൾ കൂടുതൽ നിനക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. Our life is a big school. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു പാഠശാലയാണ്. Now, after every lesson,
there is a test. ഓരോ പാഠം കഴിയുമ്പോഴും ഒരു പരീക്ഷ ഉണ്ടാവും. Exam is not to fail us, but to see how much we have learned, whether we are eligible for higher lessons. നമുക്ക് ഉണ്ടാകുന്നതായിരിക്കുന്ന പരീക്ഷ അത് നമ്മെ തോൽപ്പിക്കാനല്ല, നാം എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അടുത്തത് പഠിക്കാനായിട്ട് നാം തയ്യാറാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാനായിട്ടാണ്. Yes, they got a promotion. ഈ സ്നേഹിതന്മാർക്ക് ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയായി. So 4 things we can notice in connection with the fire. I'm talking in a different way. 4 കാര്യങ്ങൾ വാസ്തവത്തിൽ ഈ തീയെക്കുറിച്ച്, അഗ്നിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Fire and God's punishment. അഗ്നിയും ദൈവത്തിന്റെ ശിക്ഷാക്രമവും. Unbelievers, strong, mighty military men, they were destroyed by the fire. വളരെ ബലവാന്മാരായിരിക്കുന്ന, ശക്തന്മാരായിരിക്കുന്ന മിലിറ്ററി ആൾക്കാർ അവർ ഈ അഗ്നിയിൽ നശിച്ചുപോയി. And the people of this world one day will be destroyed. Everlasting destruction will be their portion. ഈ ലോകത്തിന്റെ മക്കൾ ഒരു ദിവസം അവർക്ക് നിത്യമായിരിക്കുന്ന നാശമാണ് അവർക്കുള്ളതായിരിക്കുന്ന പോർഷൻ. Secondly, the fire and God's preservation. രണ്ടാമത് അഗ്നിയും ദൈവത്തിന്റെ സംരക്ഷണവും. God preserved his people. ദൈവം ഈ വ്യക്തികളെ, ഈ സ്നേഹിതന്മാരെ സംരക്ഷിച്ചു. Thirdly, മൂന്നാമത് fire and God's presence. അഗ്നിയും ദൈവത്തിന്റെ സാന്നിധ്യവും. The Son of God came to give fellowship with them. ദൈവപുത്രൻ അവരുമായിട്ട് ഫെലോഷിപ്പ് ചെയ്യുവാനായിട്ട് അവരുടെ അടുക്കിലേക്ക് വരിക. Then fire and God's promise. നാലാമതായിട്ട് അഗ്നിയും ദൈവത്തിന്റെ പ്രോമിസും. Isaiah chapter 43. യെശയ്യാവ് 43-ാം അധ്യായം. Already the book of Isaiah was written. യെശയ്യാ പ്രവചനം എഴുതി കഴിഞ്ഞിരുന്നു. So they would perhaps have read Isaiah 43 and verse 2. ഒരുപക്ഷെ ഈ സ്നേഹിതന്മാർ 43-ാം അധ്യായം 2-ാം വാക്യം ഒരുപക്ഷെ അവർ വായിച്ചിട്ടുണ്ടാവാം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും, നീ നദികൾ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവികയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. There are 2 words I want you to notice. നിങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് 2 വാക്കുകൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കാം. First of all, ഒന്നാമതായി the word when. അവിടെ കടക്കുമ്പോൾ എന്നുള്ളതായി when എന്നുള്ളതായിരിക്കുന്ന ആ വാക്ക്. When thou passest through the waters. It doesn't say if you pass through the waters. അവിടെ നീ അങ്ങനെ കടന്നാൽ എന്നല്ല, നീ കടക്കുമ്പോൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. In other words, in our lifetime, one day or the other, we will go through such an experience. നാം നമ്മുടെ ജീവിതത്തിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് ഈ വിധത്തിലുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. When thou passes. ആ സാഹചര്യത്തിൽ നാം കടക്കുമ്പോൾ. Second word, രണ്ടാമത്തെ വാക്ക്, when you pass through the waters. It doesn't say into the waters. അവിടെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ എന്നാണ്, വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ എന്നല്ല. Through the rivers, through the fire. അവിടെ നീ വെള്ളത്തിൽ കൂടി, നീ നദികളിൽ കൂടി, നീ തീയിൽ കൂടി. Means fire, water, river is not our destination. It's a process. You will come out of it. അതിന്റെ അർത്ഥം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നദിയും ഈ വെള്ളവും ഈ അഗ്നിയും അത് നമ്മൾ എത്തേണ്ട സ്ഥാനമല്ല, നാം അതിലൂടെ കടന്നു പോകുന്നവരാണ്. Yes, life is not full of trials. ഈ ജീവിതം അത് മുഴുവനും നമുക്ക് പരിശോധനയുടെ ജീവിതമല്ല. Trials comes in our life once a while. നമുക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ളതായിരിക്കും പരിശോധനകൾ വരും. And even if trials is throughout our life, നമ്മുടെ ജീവിതത്തിൽ ആകമാനം പരിശോധനയാണ് എന്ന് വന്നാലും only 70 or 80 years. കേവലം 70-80 വർഷമല്ലേ ഉള്ളൂ. അത് all eternity we can rejoice, will be comfort and joy. വലിയൊരു നിത്യത നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ചെലവഴിപ്പാനായിട്ടുണ്ട്. We should view time in the light of eternity. Time is just a jot. നമുക്ക് ഉള്ളതായിരിക്കുന്ന ഈ ജീവിതം അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട് വേണം നാം തുലനം ചെയ്ത് വേണം നാം കാണുവാനായിട്ട്. Daniel chapter 4. ദാനിയേൽ 4-ാം അധ്യായം. Daniel chapter 4, you have already studied it. 4-ാം അധ്യായം നാം പഠിച്ചതാണ്. But one thing
one or two things I want to say. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. Verse 13. 13-ാമത്തെ വാക്യം, കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. Yes, you see, the angels are observing us. അവിടെ ദൂതൻ നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. You know, we read about the church in Ephesians chapter 3. എഫേസ്യ ലേഖനത്തിൽ സഭയെ കുറിച്ച് 3-ാം അധ്യായത്തിൽ നാം സഭയെ കുറിച്ച് വായിക്കുന്നു. Ephesians chapter 3 and verse 10. 3:10. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. The church is the manifold wisdom of God. ദൈവത്തിന്റെ ബഹുവിധമായിരിക്കുന്ന ജ്ഞാനമാണ് സഭ എന്നുള്ളത്. And when we gather as God's people, നാം ദൈവമക്കൾ എന്ന നിലയിൽ ഒരുമിച്ച് കൂടുമ്പോൾ angels are watching us. ദൂതന്മാർ നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. And God is educating the angels through the church, his manifold wisdom. ദൈവത്തിന്റെ ബഹുവിധമായിരിക്കുന്ന ജ്ഞാനം സഭയിലൂടെ ദൈവം ദൂതന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. One reason why the sister should cover the head because of the angels. എന്തുകൊണ്ടാണ് സഹോദരിമാർ തങ്ങളുടെ തല മറയ്ക്കണം എന്ന് പറയുന്നത്? അത് ദൂതന്മാർ മുഖാന്തരമാണ്. It speaks of submission. അത് സമർപ്പണത്തെയാണ് കാണിക്കുന്നത്. So Nebuchadnezzar was filled with pride. നെബൂഖദ്നേസർ ഗർവം കൊണ്ട് തന്നെ അതിൽ തന്നെ താൻ മുങ്ങുകയായിരുന്നു. And the angels were watching. ദൂതന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. So what did the angels say? എന്താണ് ദൂതൻ പറഞ്ഞത്? Daniel 4 and verse 13 and 14. We read verse 13, verse 14. 13-14 വാക്യങ്ങൾ. 14-ാം വാക്യം, അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടിയിട്ട് അതിനെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ് ചിതറിച്ചു കളവീൻ, അതിന്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പോയിക്കൊള്ളട്ടെ. Yes, cut the tree. ആ വൃക്ഷത്തെ മുറിച്ചു കളയുക. For 7 years, Nebuchadnezzar became like a madman. ഒരു ഭ്രാന്തനെ പോലെ 7 വർഷക്കാലം നെബൂഖദ്നേസർ ജീവിക്കുവാനായിട്ടിടയായി. He ate grass like an animal. ഒരു മൃഗത്തെ പോലെ താൻ പുല്ല് തിന്നുകയാണ്. Turn to Isaiah 40. യെശയ്യാവ് 40-ാം അധ്യായം. What is the truth Nebuchadnezzar had to digest? എന്താണ് നെബൂഖദ്നേസർ മനസ്സിലാക്കുവാനുള്ളതായിരുന്നു സത്യം? Isaiah chapter 40, verse 7 and verse 8, verse 6 also. 40-ാം വാക്യം മുതൽ, കേട്ടോ വിളിച്ചു പറക എന്നൊരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു. പൂ വാടുന്നു, അതേ ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കും. Nebuchadnezzar thought of himself like a tree. നെബൂഖദ്നേസർ സ്വന്തമായി വിചാരിച്ച ഒരു വൃക്ഷമാണ് താൻ എന്ന്. Someone big, someone great, someone strong. വളരെ വലുതായിരിക്കുന്ന, വളരെ ഉത്തമമായിരിക്കുന്ന, വളരെ ശക്തിയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിത്വമായി. The Gospel of Mark, the Lord Jesus healed a blind man. മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു കുരുടനെ സൗഖ്യമാക്കി. He had to heal 2 times before he could see properly. ആ വ്യക്തിയെ 2 പ്രാവശ്യം സൗഖ്യമാക്കേണ്ടി വന്നു താൻ കാണുന്നതിന് മുമ്പായിട്ട്. After the first touch, the Lord asked, "What do you see?" ആദ്യം തന്നെ തൊട്ടിട്ട് പറഞ്ഞു, നീ എന്താണ് കാണുന്നത്? I see men like trees walking. അവിടെ താൻ പറഞ്ഞു, മനുഷ്യൻ വൃക്ഷം പോലെ നടക്കുന്നത് ഞാൻ കാണുന്നു. We should never see men as someone big or someone great. നാം ഒരു കാരണവശാലും മനുഷ്യനെ ഒരു വലിയ വ്യക്തിത്വമായിട്ട് വലുതായിട്ട് കാണുവാനായിട്ട് പാടില്ല. That was the problem with Corinthians. അതായിരുന്നു കൊരിന്ത്യർക്കുള്ള പ്രശ്നം. I am of Paul, I am of Apollos, I am of Peter. അവിടെ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ. They were seeing men like trees walking. അവിടെ വ്യക്തികളെ അവർ വലിയ വൃക്ഷം നടക്കുന്നത് പോലെ കാണുകയാണ്. Glorying in men.
മനുഷ്യരിൽ പ്രശംസിക്കുക. Nebuchadnezzar had to learn, I'm only grass. എന്നാൽ നെബൂഖദ്നേസറിന് ഞാൻ കേവലം ഒരു പുല്ലാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വന്നു. All the glory of man like the flower of the grass. ഇതാ മനുഷ്യന്റെ സകല ഭംഗിയും വയലിലെ പൂ പോലെയാണ്. In the morning the grass looks beautiful. രാവിലെ പുല്ല് വളരെ ഭംഗിയുള്ളതാണ്. But as a result of the heat of the sun, എന്നാൽ സൂര്യന്റെ ചൂട് അടിക്കുമ്പോ it withers and finally it's mowed. അത് പുല്ല് ഉണങ്ങുന്നു, അത് നശിച്ചു പോകുകയാണ്. We are only grass. നാം കേവലം പുല്ല് പോലെയുള്ളൂ. And then after 7 years he looked up. എന്നാൽ 7 വർഷം കഴിഞ്ഞപ്പോ രാജാവ് മുകളിലേക്ക് നോക്കി. God made us that we may look up. എന്നാൽ നാം ദൈവത്തെ നോക്കുവാനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. And when he looked up, അവൻ തിരിഞ്ഞു നോക്കിയപ്പോ his understanding returned to him. അവന്റെ അറിവ് അവന് തിരിച്ചു ലഭിച്ചു. And verse 35 is a very favorite verse of mine. 35-ാം വാക്യം എനിക്ക് വളരെ ഇഷ്ടമുള്ള വാക്യമാണ്. അവൻ സർവ്വഭൂവാസികളെ നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. Yes. God does everything according to his will. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം സകലവും പ്രവർത്തിക്കുന്നു. In Ephesians chapter 1, he's working all things after the counsel of his own will. ദൈവത്തിന്റെ ഇഷ്ടഹിതത്തിനനുസരിച്ച് കർത്താവ് പ്രവർത്തിക്കുന്നു എന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. Apostle Paul says, who has resisted his will? അവന്റെ ഹിതത്തോട് ആര് എതിർത്ത് നിൽക്കുന്നു? അപ്പോസ്തലൻ ചോദിക്കുക. None can stay his hand. None can stay his hand. No one can stop his hand. അവന്റെ കൈകളെ തടുക്കുവാൻ ആർക്ക് കഴിയും? Yes, when God works, no one can stop. ഈ ദൈവം പ്രവർത്തിച്ചാൽ ആർക്കും അത് തടുക്കുവാനായിട്ട് സാധ്യമാകില്ല. The Lord has the key of David. The Lord Jesus has the key of David. ദാവീദിന്റെ താക്കോൽ കർത്താവിന്റെ കയ്യിലാണ്. He opens, no one can shut. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. He shuts, no one can open. അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാനും സാധ്യമല്ല. And no one can question him. അവനെ ആർക്കും ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ല. Say unto him, what doest thou? നീ എന്താണ് ചെയ്യുന്നത് എന്ന് അവനോട് ചോദിക്കാൻ സാധ്യമല്ല. A very beautiful verse of the sovereignty of God. ദൈവത്തിന്റെ മഹത്വത്തിന്റെ കുറിച്ച്, അവന്റെ പരമാധികാരത്തെ കുറിച്ചുള്ളതായിരിക്കും ഏറ്റവും നല്ലൊരു വാക്യമാണിത്. Now in chapter 3 and chapter 4, 3-4 അധ്യായങ്ങളിൽ there is a number that occurs in these 2 chapters. ഈ 2 അധ്യായങ്ങളിലും വരുന്നതായിരിക്കുന്ന ഒരു നമ്പർ ഉണ്ട്. First is ഒന്നാമത്തേത് chapter 3 verse 19. 3:19 heat the furnace 7 times more. അവിടെ ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂടുപിടിപ്പിക്കുക. And then in chapter 4, 4-ാം അധ്യായത്തിൽ verse 16, 16-ാം വാക്യം, let 7 times pass over him. അങ്ങനെ അവൻ 7 കാലം കഴിയട്ടെ. So here we have the number 7. ഇവിടെ 7 എന്ന സംഖ്യയുണ്ട്. You see, after the church is taken up to glory, ഈ സഭ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ there's going to be 7 years of tribulation. 7 വർഷത്തെ പീഡനകാലം ഉണ്ടാകും. And that 7-year tribulation is going to be, the furnace will be very, very hot. ആ സമയത്ത് ഈ 7 വർഷക്കാലം പീഡനകാലം ചൂള 7 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചതായിരിക്കും. Matthew chapter 24. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം Such a tribulation that is unparalleled in history. അവിടെ നാളിതുവരെ ഉണ്ടായിട്ടില്ലാത്തത്ര വലിയ ഒരു പീഡനം. Matthew 24:21. 24-21 ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. Yes, the 7-year tribulation will be a time of great trouble that never existed in this world before. ഈ ലോകത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത്ര വലിയ കഷ്ടതയാണ് ഈ 7 വർഷത്തെ പീഡനകാലം. And the false prophet
will make an image of the Roman beast. അവിടെ ഉള്ളതായിരിക്കുന്ന റോമൻ മൃഗത്തിന്റെ ഒരു വിഗ്രഹം കള്ളപ്രവാചകൻ അവൻ ഉണ്ടാക്കും. And will put in the temple. അത് ദേവാലയത്തിൽ അവൻ പ്രതിഷ്ഠിക്കും. And will say everyone should worship. എല്ലാവരും അതിനെ നമസ്കരിക്കണം എന്ന് ആവശ്യപ്പെടും. And you should put the number on your hand or on your forehead, 666. 666 എന്ന നമ്പർ ഒന്നിൽ നിന്റെ കൈമേലോ അല്ലെങ്കിൽ നെറ്റിയിലോ അവൻ പതിക്കും. Otherwise they will be killed or they won't be able to purchase anything. ഒന്നുകിൽ അത് ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ അവരെ കൊല്ലും, ചെയ്യാത്തവരെ കൊല്ലും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിൽക്കുവാനോ വാങ്ങുവാനോ സാധ്യമാകില്ല. There will be a godly remnant like Shadrach, Meshach and Abednego who will not bow, and many will die as martyrs at that day. ശദ്രക്, മേശക്, അബേദ്നെഗോ പോലെ ഒരു ശേഷിപ്പ്, ഒരു തിരുശേഷിപ്പ് അവശേഷിക്കും. പലരും ഈ അന്തിക്രിസ്തുവിനെ തന്നെ ഏൽപ്പിക്കാത്തവരായിട്ട് ഉണ്ടാവും. Turn to the book of Zechariah, സക്കറിയ പ്രവചനം chapter 13. 13-ാമത്തെ അധ്യായം, verse 8 and verse 9. 8-9 വാക്യം. It's a reference to the tribulation period. അത് പീഡനകാലത്തുള്ള ബന്ധത്തിലാണ്. എന്നാൽ സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും, 1/3 ശേഷിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും. പൊന്നു ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അരുളുകയും ചെയ്യും. അവർ എന്റെ ജനം എന്ന് ഞാൻ പറയും, യഹോവ എന്റെ ദൈവം എന്ന് അവരും പറയും. Yes. Now coming to Daniel chapter 4. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിലേക്ക് വരാം. You see, Nebuchadnezzar becomes like a beast, an animal. നെബൂഖദ്നേസർ ഒരു മൃഗ സ്വഭാവത്തിലേക്ക് താൻ മാറുകയാണ്. When you come to Daniel chapter 7, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, the 4 empires of Daniel chapter 2 pictured in the image is pictured like animals in chapter 7. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നതായിരിക്കുന്ന 4 സാമ്രാജ്യങ്ങൾ അത് 7-ാം അധ്യായത്തിൽ നാം കാണുമ്പോ മൃഗങ്ങളായിട്ടാണ് നാം കാണുന്നത്. Yes, you see, the empires of this world are very cruel. ഈ ലോകത്തിന്റെ സാമ്രാജ്യങ്ങൾ അത് വളരെ ക്രൂരമായിരിക്കുന്ന സാമ്രാജ്യങ്ങളാണ്. Behaving like animals. അത് മൃഗങ്ങളെ പോലെയാണ് പെരുമാറുന്നത്. Now God gave Nebuchadnezzar the kingdom. That's what we read in Daniel chapter 2. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ദൈവം ദാനിയേലിന് ഒരു രാജ്യത്വം കൊടുത്തു. നെബൂഖദ്നേസറിന് ഒരു രാജ്യത്വം കൊടുത്തു. Daniel said to Nebuchadnezzar, "Thou art this head of gold." അതുകൊണ്ട് ദാനിയേൽ പറഞ്ഞു, നീയാണ് ആ സ്വർണ്ണ തല. God gave you a kingdom and power. ദൈവം നിനക്ക് ഒരു രാജ്യത്വം തന്നു, നിനക്ക് അധികാരം തന്നു. So what does he do in chapter 3? അവൻ 3-ാം അധ്യായത്തിൽ എന്താണ് ചെയ്തത്? Idolatry is introduced. അവൻ വിഗ്രഹത്തെ കൊണ്ടുവരികയാണ്. And in chapter 4, 4-ാം അധ്യായത്തിൽ become like an animal. അവൻ ഒരു മൃഗത്തിന്റെ രീതിയിലേക്ക് തന്നെ താഴ്ത്തുകയാണ്. Where there is idolatry, there is cruelty. എവിടെയൊക്കെ വിഗ്രഹമുണ്ടോ അവിടെയൊക്കെ ക്രൂരത ഉണ്ടാവും. So you can understand where our country is going. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. Now we come to, and then after the 7 years is over, 7 വർഷത്തെ കാലഘട്ടം കഴിഞ്ഞപ്പോ God will destroy the armies of this world. ഈ ലോകത്തിന്റെ ശക്തികളെ ദൈവം നശിപ്പിക്കുകയാണ്. And man will turn his eyes towards heaven. മനുഷ്യൻ സ്വർഗത്തേക്ക് നോക്കുകയാണ്. And the kingdom as God has desired will be established on earth through the last Adam, the second man, the Lord Jesus. അവസാനത്തെ ആദമായിരിക്കുന്ന 2-ാം മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കുകയാണ്. Daniel chapter 5. 5-ാം അധ്യായം ദാനിയേൽ പ്രവചനം. 3 times we read God writing. God writing. ദൈവം എഴുതി എന്നുള്ളത് 3 പ്രാവശ്യം നാം വായിക്കുകയാണ്. First of all, he wrote in the tables of stone. അവിടെ 10 കൽപ്പനകൾ താൻ കൽപ്പലകകളിൽ എഴുതി. That tells us
of the righteousness of God. അത് ദൈവത്തിന്റെ നീതിയെയാണ് കാണിക്കുന്നത്. First, it was given to man, അത് ആദ്യം മനുഷ്യന് കൊടുത്തു, but it was broken. അത് അവരെ പൊട്ടിച്ചു കളഞ്ഞു. Man has broken all the 10 commandments. മനുഷ്യൻ 10 കൽപ്പനകളും അവൻ 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 തകർത്ത് കളഞ്ഞു. Second time it was given, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും കൊടുത്തു, and it was put safely in the ark of the covenant. അത് നിയമപ്പെട്ടകത്തിന്റെ അകത്ത് വളരെ ഭദ്രമായിട്ട് വെച്ചു. Psalm 40, the Lord Jesus said, "Thy law is within my heart." അവിടെ 40-ാം സങ്കീർത്തനത്തിൽ നിന്റെ നിയമം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നുവെന്ന്. He is the only one who fulfilled all God's commandments. ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും നിവർത്തിച്ചത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. So in the book of Exodus, God wrote with his finger telling us of the righteousness of God. ദൈവത്തിന്റെ നീതി എന്നുള്ളതാണ് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം തന്റെ കൈകൊണ്ട് എഴുതിയത്. And the second time God has written in Daniel chapter 5, this speaks of the judgment of God. രണ്ടാമത് ദൈവം എഴുതുന്നത് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിലാണ്. അത് ന്യായവിധിയാണ്. And the third time in John chapter 8, the Lord Jesus wrote on the ground in connection with that adulterous woman. അവിടെ ദുർനടപ്പുകാരിയായ സ്ത്രീയുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് നിലത്ത് എഴുതിയതായിട്ട് നാം വായിക്കുന്നു. They were talking about the law. അവര് നിയമത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. And the Lord Jesus stooped on the ground and he wrote. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതി. In other words, he was telling them, "I am the lawgiver." എന്ന് വെച്ചാൽ കർത്താവ് പറയുകയായിരുന്നു, ഞാനാണ് നിയമം നൽകുന്നവൻ. And there you see the grace of God. അവിടെ കർത്താവിന്റെ കൃപ കാണുവാനായിട്ട് സാധിക്കും. The Lord told that woman, "Neither do I condemn thee, go and sin no more." ഈ കർത്താവ് സ്ത്രീയോട് പറഞ്ഞു, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നീ സ്വതന്ത്രയായിട്ട് പോകാം, ഇനി തെറ്റ് ചെയ്യരുത്. Now we come to end of chapter 5, 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, verse 30. 5-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. In that night was Belshazzar, the king of the Chaldeans, slain. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽഷസ്സർ കൊല്ലപ്പെട്ടു. Now, if you had listened carefully to what our brother spoke last Wednesday, കഴിഞ്ഞ ആഴ്ച കേട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ you will find that he mentioned there are 2 ways people say Babylon was captured. 2 രീതിയിൽ ബാബിലോൺ പിടിക്കപ്പെട്ടു എന്ന് പലരും പറയുന്നതായിട്ട് നാം കേൾക്കുകയുണ്ടായി. But I believe the first one is the correct one. അതിലെ ഒന്നാമത്തേതാണ് ശരി. You see, the Persian army, the Medo-Persian army, was trying to capture Babylon. മേദ്യ-പേർഷ്യ സൈന്യം അവര് ബാബിലോൺ പിടിച്ചടക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. But it was very strong. എന്നാൽ അത് വളരെ ശക്തമായിരിക്കുന്ന സ്ഥലമാണ്. Walls were very high and the walls were very thick. So thick, they used to have chariot races on top of the walls. വലിയ കോട്ടയാണ്. അതിന്റെ മുകളിൽ കൂടെ തേര് ഓടുവാൻ കഴിയുന്ന അത്ര വലിയ ഉയരമുള്ളതായിരിക്കുന്ന, വലിയ വീതിയുള്ളതായിരിക്കുന്ന കോട്ട. The river Euphrates ran right through the midst of the city. യൂഫ്രട്ടീസ് നദി അതിന്റെ മധ്യേ കൂടെ സിറ്റിയുടെ ബാബിലോൺ നഗരത്തിന്റെ ഉള്ളിലൂടെ പോവുകയാണ്. So they decided the only way to capture is to divert the flow of the river. ഒരൊറ്റ സാധ്യതയുള്ളൂ ഈ യൂഫ്രട്ടീസ് നദിയുടെ ഗതി മാറ്റിക്കൊടുക്കുക എന്നുള്ളത്. To dig a channel around the city to connect it with after the city of Babylon. അവര് ഈ സിറ്റിക്ക് ഈ ഭിത്തിയുടെ വെളിയിൽ കൂടെ ഈ യൂഫ്രട്ടീസ് നദിയെ തിരിച്ച് അത് വേറെ സ്ഥലത്തേക്ക് ഒഴുക്കി വിട്ടു. Now that night that work was finished. ആ രാത്രിയിൽ ആണ് ഈ ഇവരുടെ പേർഷ്യൻ സൈന്യത്തിന്റെ ആ ജോലി അവസാനിച്ചത്. Now there's a prophecy in the book of Isaiah and Jeremiah about the drying of the river Euphrates. അവിടെ യെശയ്യാവിലും യെരമ്യാവിലും യൂഫ്രട്ടീസ് നദി ഉണക്കുന്നതിനെ കുറിച്ച് ഒരു പ്രവചനമുണ്ട്. Turn to the book of Isaiah chapter 44. യെശയ്യാവ് 44-ാം അധ്യായം. This is a prophecy concerning Cyrus.
അവിടെ കോരസിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പ്രവചനമാണ്. Verse 27 and 28. 27-ാം വാക്യം, ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകാം, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും എന്ന് കൽപ്പിക്കുന്നു. കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും എന്നും ഞാൻ കൽപ്പിക്കുന്നു. Yes, you see, God said, I will dry up thy rivers. അവിടെ ദൈവം പറയുകയാണ്, ഞാൻ നദികളെ വറ്റിച്ചു കളയും. And the beautiful thing is, Cyrus is mentioned by name in Isaiah 200 years before he was born. കോരസ് രാജാവ് ജനിക്കുന്നതിന് 200 വർഷം മുമ്പ് യെശയ്യാ പ്രവചനത്തിൽ കോരസിന്റെ പേര് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. Also chapter 45 and verse 1. 45-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നമുക്ക് കോരസിനെ വായിക്കാം. Now, can you tell after 200 years who will be the Prime Minister of India? 200 വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ് എന്ന് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ? We cannot say who will be the Prime Minister this coming year. അടുത്ത വർഷം ഇലക്ഷൻ കഴിയുമ്പോൾ ആരാണ് പ്രൈം മിനിസ്റ്റർ എന്ന് തന്നെ നമുക്ക് നിശ്ചയമായി പറയാൻ സാധിക്കത്തില്ല. That shows the Bible is the word of God. അത് ദൈവവചനം, ഈ ബൈബിൾ ദൈവവചനമാണ് എന്നതിന്റെ നല്ല തെളിവാണ്. Now turn to Jeremiah chapter 50. യെരമ്യാ പ്രവചനം 50-ാം അധ്യായം. In Jeremiah you have chapter 50 and chapter 51 is God's judgment on Babylon. 50-ഉം 51-ഉം അധ്യായങ്ങൾ ബാബിലോണിന്റെ മേലുള്ളതായിരിക്കും ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. Chapter 50 and verse 38. 50-ന്റെ 38, അതിലെ വെള്ളം പോകത്തക്കവണ്ണം ഞാൻ അതിന്മേൽ വറുതി വരുത്തും, അത് വിഗ്രഹങ്ങളുടെ ദേശമല്ലോ, ഘോരബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തന്മാരായിരിക്കുന്നു. And then chapter 51 and verse 11. 51-ാം അധ്യായത്തിന് 11-ാം വാക്യം, അമ്പ് മിനുക്കുവിൻ, പരിച ധരിപ്പീൻ, യഹോവ മേദ്യ രാജാക്കന്മാരുടെ മനസ്സുണർത്തിയിരിക്കുന്നു, ബാബേൽ നശിപ്പിപ്പാൻ തക്കവണ്ണം അവന്റെ നിരൂപണം, അവന് വിരോധമായിരിക്കുന്ന യഹോവയുടെ പ്രതികാരം തന്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ. Yes, you see, Darius the Mede, he was the maternal uncle of Cyrus. കോരസ് രാജാവിന്റെ അമ്മയുടെ അങ്കിളായിരുന്നു ദാര്യാവേശ്. Darius the Mede, he took it when he was 62 years old. ദാര്യാവേശിന് 62 വയസ്സുള്ളപ്പോഴാണ് താൻ രാജ്യഭാരമേറ്റത്. That very night when Daniel was speaking, that work of diverting was finished, and the Babylonian watchmen in their drunkenness did not lock the gates, so the gates were opened, came, and they were destroyed. ആ രാത്രിയിൽ ദാനിയേൽ സംസാരിക്കുമ്പോൾ തന്നെ അവിടെയുള്ളതായിരിക്കുന്ന കാവൽക്കാർ അവർ കുടിച്ച മത്തരായിരുന്നു, അതുകൊണ്ട് ഗേറ്റ് തുറന്നിട്ടിരുന്നു, അതിലൂടെ കോരസിന് കടക്കുവാനായിട്ട് ഇടയായി. Babylonian Empire came to an end, and now came the second world empire, Medo-Persia. അതോടൊപ്പം ബാബിലോൺ സാമ്രാജ്യം അവസാനിച്ചു, മേദ്യ-പേർഷ്യ സാമ്രാജ്യം വരികയാണ്. I want you to notice 5 things about Daniel in chapter 6. ദാനിയേലിനെ കുറിച്ച് 6-ാം അധ്യായത്തിൽ 5 കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. My time is up, so I'll just say the 5 points. അതുകൊണ്ട് ഞാൻ 5 പോയിന്റ് മാത്രം പറയുകയാണ്. In English it all starts with P. Okay. അതെല്ലാം പി കൊണ്ടാണ് ഇംഗ്ലീഷിൽ ആരംഭിക്കുന്നത്. Verse 3, Daniel was preferred above the presidents and princes. അവിടെ രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. So first of all, he was preferred. അവൻ മറ്റുള്ളവരെക്കാൾ അവനെ രാജാവ് പ്രിഫർ ചെയ്തിരുന്നു. Second, he was persecuted. അവൻ രണ്ടാമതായിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. Thirdly, he prayed. മൂന്നാമത് അവൻ പ്രാർത്ഥിച്ചു. Fourthly, he was protected. നാലാമത് അവനെ സൂക്ഷിച്ചു. And verse 28, Daniel prospered. 28-ാം വാക്യത്തിൽ ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. We see how God works. എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. Now, a man can ask Daniel, ഒരു മനുഷ്യന് ദാനിയേലിനോട് ചോദിക്കാം, Daniel, what is the use of living a godly life? നീ ഇങ്ങനെ ദൈവമകനായിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? What is the use of praying 3 times? 3 നേരം പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? Look at these wicked people, they are succeeding. Where is your God? ഈ മനുഷ്യരെ നോക്കൂ, അവരൊക്കെ വിജയിക്കുന്നില്ലേ?
look, you're suffering. നീ കഷ്ടപ്പെടുകയല്ലേ? What is the use of godliness? നിന്റെ ദൈവത്വം കൊണ്ട് എന്താണ് പ്രയോജനം? J.N. Darby made a statement like this. ജയൻ ഡാർബി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. God's ways are behind the scenes, and he moves the scenes, he is behind. ദൈവത്തിന്റെ വഴി തിരശ്ശീലയ്ക്ക് പുറകിലാണ്. Behind the scenes. തിരശ്ശീലയ്ക്ക് പുറകിലാണ്. തിരശ്ശീല മാറുമ്പോ ദൈവം, and he moves the scenes, he is behind. ആ തിരശ്ശീലയിലുള്ളതായിരിക്കുന്ന ആ രംഗങ്ങൾ ദൈവം ആണ് മാറ്റുന്നത്. God worked behind the scenes, isn't it? ദൈവമല്ലേ നമ്മുടെ രംഗങ്ങൾക്ക് പുറകിലുള്ളത്? God sent his angel, ദൈവം തന്റെ ദൂതനെ അയക്കുന്നു. shut the lion's mouth. ദൂതൻ സിംഹത്തിന്റെ വായടയ്ക്കുന്നു. No trumpet was blown. അവിടെ കാഹളമൊന്നും ഊതിയില്ല. Quietly God worked behind the scene. വളരെ വളരെ ചെറുതായിട്ട് ആരും അറിയാതെ ദൈവം അവിടെ പ്രവർത്തിക്കുക. The lion's den became a zoo for Daniel. ലയൺസ് അവിടെ സിംഹത്തിന്റെ ഗുഹ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ച ബംഗ്ലാവായിട്ട് മാറുകയാണ്. But the day came. എന്നാൽ ആ ദിവസം വന്നു. The sun rose. സൂര്യൻ ഉദിച്ചു. And the tables were turned. ഇവിടെ മേശ തിരിച്ച് വ്യത്യസ്തമായി വരികയാണ്. Those who dug the pit, they fell into the pit and they were destroyed. അവിടെ ഇവർക്കെതിരായിട്ട് പ്രവർത്തിച്ചവരെ ആ ഗുഹയിലേക്ക് ഇട്ടു. അവരവിടെ നശിക്കുകയാണ്. May God make us like Daniel, greatly beloved. നമ്മുടെ ഏറ്റവും പ്രിയ പുരുഷനായിരിക്കുന്ന ദാനിയേൽ എന്നതുപോലെ ദൈവം നമ്മെ ആക്കട്ടെ. Daniel had a holy habit. ദാനിയേലിന് ഒരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. We eat 3 times a day. നാം 3 പ്രാവശ്യം ആഹാരം കഴിക്കും. Daniel prayed 3 times a day. ദാനിയേൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ്. May God bless these words to our heart. നമ്മുടെ ഹൃദയങ്ങൾക്ക് ഈ വാക്കുകൾ ദൈവം അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. Let God's name be glorified. It was very interesting to listen from Charlie Uncle once again, and we really wish that we had more time to listen. Maybe next time when you join us, as he told us, let's follow the example of Daniel, Shadrach, Meshach, Abednego, and how they were humble, how they trusted in the Lord, their unwavering trust in God. Let's follow these examples and implement into our lives. Let's continue to pray for Charlie Uncle also, as he needs to get back into his complete good health, and also as he travels back, and also for his ministry. Let's uphold him in his prayers. Also, let's pray for all the sick and weary people in our assembly. And right now I ask Thomas Matthew Uncle to come forward and end this meeting in prayer.